നമസ്കാരം. പി കെ ശ്രീമതി ടീച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി കെ ശ്രീമതിക്കെതിരായി ചില സാമൂഹ്യ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ചില മാധ്യമങ്ങളും ഈ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കള്ളവാർത്ത ഉണ്ടായിരുന്നു. ആ കള്ളവാർത്തയ്ക്കെതിരായി നമ്മുടെ ശ്രീമതി ടീച്ചർ കൃത്യമായി പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിക്ക് പരാതി എഴുതി നൽകുകയും ചെയ്തു. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ, അതായത് മുൻ MLA ഭാര്യയായി നടിച്ചുകൊണ്ട് പെൻഷൻ കൈപ്പറ്റുന്നു, അദ്ദേഹം മരണശേഷം ആ MLA പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ളതായിരുന്നു ആ വാർത്ത. ഈ വ്യാജ വാർത്ത വലതുപക്ഷ മാധ്യമങ്ങളിലൂടെ കേരളമെങ്ങും അലയടിച്ചു. അങ്ങനെ പി കെ ശ്രീമതി ടീച്ചർ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ CPM-ൻ്റെ 50 വർഷത്തോളം പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു നേതാവിൻ്റെ മുഖത്തേറ്റ അടി തന്നെയായിരുന്നു ആ വാർത്ത എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ മാധ്യമങ്ങളുടെ എല്ലാവരുടെയും അല്ലെങ്കിൽ മാധ്യമ ധർമ്മം തന്നെ വിട്ടുപോകുന്ന തരത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒതൻറ്റിസിറ്റി ഉണ്ടോ, അതല്ലെങ്കിൽ ഈ വാർത്ത സത്യമാണോ എന്ന് അന്വേഷിക്കുക എന്നുള്ളത് ഏതൊരു മാധ്യമപ്രവർത്തകൻ്റെയും ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ആ ഒരു ഉത്തരവാദിത്തം നിറവേറ്റാതെ കേട്ട പാതി കേൾക്കാത്ത പാതി അങ്ങനെ ഒരു വാർത്ത മാധ്യമങ്ങൾ കൊടുക്കുന്നു. അതും വിശേഷിച്ച് സംഘപരിവാർ അനുകൂല മാധ്യമങ്ങളാണ് എന്ന് നമുക്ക് കാണാം. പലതും അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ട്രെൻഡാണ്. ഒരു ഇടത് സർക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കന്മാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു പൊതുരീതി ഇന്ന് മാധ്യമങ്ങൾ കൊണ്ടു നടക്കുന്നു. ചില ഓൺലൈൻ മാധ്യമങ്ങൾ അടക്കമുള്ളവർക്ക് അതൊരു നല്ല ഭംഗിയുള്ള ഒരു ഏർപ്പാടായി അവർക്ക് തോന്നിയിട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ടാണ് MV ജയരാജൻ എന്ന് പറയുന്ന കണ്ണൂരിലെ പാർട്ടി നേതാവ്, ശക്തനായ CPM-ൻ്റെ നേതാവ് പറഞ്ഞത് പിതൃശൂന്യ മാധ്യമ പ്രവർത്തനം എന്ന് തന്നെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു അതിനെ. കാരണം ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഇങ്ങനെയൊരു വാർത്ത, കാരണം ഈ പറയുന്ന ശ്രീമതി ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ശ്രീമതി ടീച്ചറിന് സത്യത്തിൽ ടീച്ചറിനെ സംബന്ധിച്ച് പെൻഷൻ അർഹതയുള്ള ഒരാൾ തന്നെയാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിയായിരുന്നിട്ടുള്ള, ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നിട്ടുള്ള ഒരാളാണ് ശ്രീമതി ടീച്ചർ. സ്വാഭാവികമായും ശ്രീമതി ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ടീച്ചറിന് പെൻഷൻ അർഹതയുണ്ട്. MLA ആയിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് MLA പെൻഷനും ശ്രീമതി ടീച്ചറിന് അർഹതയുണ്ട്. MP ആയിരുന്ന ഒരാളാണ് ശ്രീമതി ടീച്ചർ, അപ്പോൾ ടീച്ചറിന് ആ പെൻഷനും അർഹതയുണ്ട്. അപ്പോൾ അർഹതയുള്ള പെൻഷൻ തന്നെ ടീച്ചറിന് ലഭിക്കുന്നുണ്ട്. അതിന് പുറമെ വേറെ ഏതോ നമുക്കറിയാം, കുന്നംകുളത്ത് നിന്ന് മത്സരിക്കുകയും അതുപോലെ തിരുക്കൊച്ചി ആയിരുന്ന കാലഘട്ടത്തിൽ മത്സരിച്ച MLA ആയിരുന്ന ഒരു PR കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ, ഒരു മുൻ MLA തൃശ്ശൂർക്കാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭാര്യയായി നടിച്ചുകൊണ്ട് ആ ഭാര്യയാണ് എന്ന് അഭിനയിച്ചുകൊണ്ട് അനാവശ്യമായി അല്ലെങ്കിൽ അയോഗ്യമായി അല്ലെങ്കിൽ അനർഹമായി പെൻഷൻ നേടിയെടുക്കുന്നു എന്നുള്ളതായിരുന്നു ശ്രീമതി ടീച്ചറിനെതിരായ ഒരു തീരുമാനം. സത്യത്തിൽ ഇപ്പോൾ പരാതിയുമായി ടീച്ചർ മുന്നോട്ട് പോവുകയും മുഖ്യമന്ത്രി VD സതീശൻ്റെ കയ്യിലേക്ക് പരാതി കൃത്യമായി എത്തിക്കുകയും ചെയ്തു. ഇതോടുകൂടി ഇത് സംബന്ധിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ശ്രീമതി ടീച്ചർ പരാതി നൽകി ആഭ്യന്തര വകുപ്പിന് പരാതി കൈമാറുകയും എത്രയും വേഗം ഇതുമായി ബന്ധപ്പെട്ട് ഈ രീതിയിൽ വ്യാജ വാർത്തകൾ ചമച്ചതിനെതിരായി കൃത്യമായ അന്വേഷണം നടക്കണമെന്നും ആ അന്വേഷണത്തിൽ കൃത്യമായ അതിൻ്റെ ഉത്തരവാദികളായുള്ളവരെ കണ്ടെത്തണം എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ഒരു നിർദ്ദേശം നൽകിയതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്ന കാര്യം. പക്ഷേ ഇവിടെ മാധ്യമങ്ങൾ പുലർത്തേണ്ട മര്യാദ എന്തായിരുന്നു? അതാണ് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി വരേണ്ടത്. മാധ്യമങ്ങൾ പുലർത്തേണ്ടിയിരുന്ന ഒരു വിജിലൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ, അതല്ലെങ്കിൽ മാധ്യമങ്ങൾ ശീലിക്കേണ്ട ചില കടമകളുണ്ടായിരുന്നു, അതിൽ നിന്ന് വ്യതിചലിച്ചു പോയി. ഇങ്ങനെ ഒരു വാർത്ത സ്വന്തം ഡെസ്കിലേക്ക് എത്തുമ്പോൾ, തൻ്റെ മുന്നിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ അതിനകത്ത് വസ്തുതയുണ്ടോ അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളത് മിനിമം തലയ്ക്കകത്ത് ആൾതാമസമുള്ള ഒരു മാധ്യമപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ തൃശ്ശൂർക്കാരനായ ആ MLA ഭാര്യ 2020 മരിച്ചുപോയി. അവരായിരുന്നു ഇത്രയും കാലം 2020 വരെ ആ പെൻഷൻ തുക കൈപ്പറ്റിക്കൊണ്ടിരുന്നത്, അല്ലാതെ ശ്രീമതി ടീച്ചർ ആയിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ശ്രീമതി ടീച്ചർ അങ്ങനെ കൈപ്പറ്റിയിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു വാർത്തയ്ക്ക് സോഴ്സ് കിട്ടുന്നത്? ഈ പറയുന്ന MLA-യുടെയും ഈ അന്തരിച്ചു പോയ MLA-യുടെ ഭാര്യയുടെയും പുത്രനായിരിക്കുന്ന വ്യക്തി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരീകരണം നടത്തുകയും ചെയ്തു. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, എൻ്റെ അമ്മയാണ് 2020 വരെ പെൻഷൻ മേടിച്ചതല്ല, ശ്രീമതി ടീച്ചർ അല്ല എന്ന് വളരെ കൃത്യമായി വന്ന് അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ വ്യക്തമാക്കുകയും ചെയ്തു. എന്നിട്ട് മാത്രമാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് ദഹിച്ചത്. കാരണം ശ്രീമതി ടീച്ചറിനെ കുറിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പൊതു ഇമേജ് ഉണ്ടല്ലോ, ശ്രീമതി ടീച്ചർ എന്തോ അഴിമതിക്കാരിയാണ്, ശ്രീമതി ടീച്ചർ അനർഹമായി എന്തൊക്കെയോ പാർട്ടി ഉപയോഗിച്ചുകൊണ്ട് നേടിയെടുക്കുന്നു. ഒന്നുമില്ല.
5 വർഷം മന്ത്രിയായിരുന്നിട്ടുണ്ട്, 5 വർഷം MP ആയിട്ടിരുന്ന ഒരാൾ തന്നെയാണ് ശ്രീമതി ടീച്ചർ. MV ജയരാജൻ പറയുന്ന പോലെ ഏകദേശം 19 വർഷത്തെ ഒരു പ്രവർത്തന പാരമ്പര്യമുള്ള ഒരാൾ തന്നെയാണ് ശ്രീമതി ടീച്ചർ. അല്ലാതെ ഇന്നോ ഇന്നലെയോ എവിടുന്നെങ്കിലും വലിഞ്ഞു കയറി, ഇപ്പം BJP വലിഞ്ഞു കയറി വന്നിട്ട് ഇത് സ്നേഹത്തിൻ്റെ കടയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പിന്നെ നിയമസഭാ സീറ്റ് ചോദിച്ചു മേടിക്കുന്ന ഒരാളെ പോലെ ആയിരുന്നില്ല. അങ്ങനെയല്ല ശരിക്കും ശ്രീമതി ടീച്ചർ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കാലത്ത് CPM ആയിരിക്കുകയും പിന്നീട് ജനകീയ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ വരികയും അങ്ങനെ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ വേളയിൽ അതിനെ പിന്തുണയ്ക്കാൻ പോകുന്ന ഒരു കോൺഗ്രസിൻ്റെ പശ്ചാത്തലമല്ല CPM-നെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ കാലം വരെയും ഞങ്ങൾ പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു ഏരിയ കമ്മിറ്റിയുമായി മാത്രം നിലനിൽക്കുന്ന ചില വിഷയങ്ങളെ എടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് വ്യക്തിപരമായ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് GA മധുസൂദനെ പോലെയുള്ളൊരു നേതാവിനെ തള്ളിപ്പറയുകയും അങ്ങനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് RSPയുടെ പിന്തുണയോടുകൂടി പയ്യന്നൂർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു പോവുകയും ചെയ്ത കുഞ്ഞികൃഷ്ണൻ സഖാവിൻ്റെ ഊരല്ല, അത് മനസ്സിലാക്കുക. അങ്ങനെ എവിടെന്നെങ്കിലും വലിഞ്ഞു കയറി വരുന്നവർക്ക് കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി ചാടിക്കയറി വന്നപ്പോൾ സീറ്റ് കൊടുത്ത പോലെ ഒരു പശ്ചാത്തലമോ രാഷ്ട്രീയ രീതികളോ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പോൾ അതേസമയം CPM-ലെ എല്ലാ വനിതാ നേതാക്കന്മാരെയും വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടി ഇന്നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ എക്കാലവും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു കാലം വരെ KR ഗൗരിയമ്മയൊക്കെ അതിൻ്റെ ഇരകളായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ സുശീല ഗോപാലനായി, അങ്ങനെ ഓരോരുത്തരെയും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. ഈ നാട്ടിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒടുവിലെത്തി നിൽക്കുന്ന ഒരു വിഷയം എന്തായിരുന്നു? ചിലർ പറയുന്നത് കേട്ടു, അന്ന് വിജയരാഘവൻ എന്ന് പറയുന്ന CPM-ന്റെ നേതാവ് രമ്യ ഹരിദാസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആർക്കും ഒന്നും മിണ്ടാട്ടമില്ലായിരുന്നല്ലോ, നടപടി എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അതുപോലെയുള്ള ഒന്നാണോ ഈ പറഞ്ഞത്? രമ്യ ഹരിദാസിനെ കുറിച്ച് രമ്യ ഹരിദാസിൻ്റെ പാർട്ടിയിലുള്ളവർ തന്നെ, രമ്യ ഹരിദാസിൻ്റെ സ്വന്തം പിതാവ് തന്നെ രമ്യ ഹരിദാസിനെ കുറിച്ച് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും. അന്തൊക്കെ രമ്യ ഹരിദാസിനെ തന്നെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമല്ലേ, പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ. രമ്യ ഹരിദാസ് തന്നെ ഒരു വലതുപക്ഷ മാധ്യമത്തിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഒരു സംഘപരിവാർ ചാനലിനകത്ത് ഇരുന്നു കൊണ്ട് തന്നെ സ്വന്തം നിലനിൽപ്പിനെ കുറിച്ചും തനിക്ക് കിട്ടുന്ന പണം തികയുന്നില്ല എന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ലേ? അത് നമ്മൾ കേട്ടതല്ലേ. ഇവിടെ അതാണ് സംഭവിച്ചത്. ഇവിടെ പിന്നെ സുധാകരൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി ഓർമ്മയില്ലേ? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുജാത എന്ന് പറയുന്ന മുൻ സഹപ്രവർത്തകയെ, അങ്ങനെ തന്നെ പറയണം, സുജാത അടക്കമുള്ള നേതാക്കന്മാരെ, വനിതാ നേതാക്കന്മാരെ പാർട്ടിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നവർക്ക് പ്രചോദനമായി നിന്ന ഒരാളാണ് സുധാകരൻ. അങ്ങനെ സുജാത എന്ന് പറയുന്ന ഒരു വനിതാ നേതാവിനെ കുറിച്ച് എത്ര അപമര്യാദയായ രീതിയിലാണ് നമ്മുടെ സുധാകരൻ എന്ന് പറയുന്ന UDF-ന്റെ നേതാവ് പിന്നെ MLA പറഞ്ഞത്. അതേ MLA ആവുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ എന്താണ് പറഞ്ഞത്? അവിടെയാണ് പിന്നെ CPM-ലെ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ പല വനിതാ നേതാക്കളും ഈ രീതിയിൽ അവർ ഇരയാക്കപ്പെടുന്നു എന്നുള്ളത് വാസ്തവമല്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു നേതാവിനെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം, ഇതല്ല അതിന് മുമ്പത്തെ 5 വർഷക്കാലം കേരളത്തിൻ്റെ ആരോഗ്യ മേഖല തകർന്നു കിടന്നതിനെ എടുത്തുയർത്തിക്കൊണ്ട് വരികയും നിപ്പയെയും കോവിഡിനെയും ഒക്കെ പ്രതിരോധിക്കാനും അതിനെ അതിജീവിക്കാനും നമ്മളെ പഠിപ്പിച്ച ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചറിൻ്റെ പേര് ശൈലജ ടീച്ചർ എന്നാണ്. ആ ശൈലജ ടീച്ചറിനെ കുറിച്ച് കോൺഗ്രസ്സുകാർ എന്തെല്ലാമാണ് പറഞ്ഞു വരുത്തിയത്? കോവിഡ് റാണി, റോക്കിംഗ് സ്റ്റാർ എന്നതടക്കമുള്ള പ്രയോഗങ്ങളായിരുന്നില്ല ഇവിടെ കോൺഗ്രസ്സുകാരും മാധ്യമങ്ങളും നടത്തിയത്. ആ ടീച്ചർ ഇവിടെ നിന്ന് മോഷണം നടത്തി ടീച്ചറിൻ്റെ കണ്ണാടിയുടെ വില പോലും ഇവിടെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നടക്കുന്ന ആളുകളായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് ഇപ്പോഴൊന്നും കാണാത്തതെന്ന് മാത്രം നമുക്ക് മനസ്സിലാവുന്നില്ല. VD സതീശൻ ഉപയോഗിക്കുന്ന വാച്ചിനെ കുറിച്ചോ VD സതീശൻ്റെ കണ്ണാടിക്ക് ചിലവാകുന്ന തുകയെക്കുറിച്ചോ പിന്നെ അങ്ങനെ ഒന്നും ഇപ്പോൾ പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ബിന്ദു കൃഷ്ണ ഉപയോഗിക്കുന്ന സാരിയുടെ വിലയെക്കുറിച്ചോ ഒന്നും ഇവിടെ ചർച്ച നടക്കുന്നില്ലല്ലോ. അങ്ങനെ ചർച്ചകളേ ഉണ്ടാവുന്നില്ല. അതേസമയം ശൈലജ ടീച്ചർ ഉപയോഗിച്ച കണ്ണാടിയുടെ വില ഇവിടെ വലിയ പ്രശ്നമാണ്. ആവറേജ് ഒരു കണ്ണാടിക്ക് മുടക്കുന്ന വില മാത്രമാണ് ശൈലജ ടീച്ചർ മുടക്കിയിരുന്നത്. അല്ല 10-25 ലക്ഷം രൂപയ്ക്ക് കണ്ണടയൊന്നും മേടിച്ച് വെച്ചിട്ടില്ല. ബോൺ ബ്ലാങ്കിൻ്റെ കണ്ണടയൊന്നും അല്ല ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ബോൺ ബ്ലാങ്ക് പെന്നും അല്ല ശൈലജ ടീച്ചർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത്രത്തോളം ഭീകരമായ ഒരവസ്ഥയിലാണ് മാധ്യമങ്ങളടക്കം ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ നേതാക്കന്മാരും UDF നേതാക്കന്മാരും ഒക്കെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളെ, വനിതാ നേതാക്കളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീമതി ടീച്ചർ. പക്ഷേ ഒറ്റ കാര്യത്തിൽ മാത്രം നമ്മൾ അംഗീകരിക്കുന്നു, ഇവിടുത്തെ UDF സർക്കാർ അല്ലെങ്കിൽ VD സതീശൻ സർക്കാർ ശ്രീമതി ടീച്ചർ നൽകിയ പരാതിയിന്മേൽ എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകുന്ന രീതിയിൽ ഒരു നിർദ്ദേശം നൽകിയത് എന്തുകൊണ്ടും ശ്ലാഘനീയം തന്നെയാണ് എന്ന് പറയേണ്ടി വരും.